തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ ഒരു പ്രാവശ്യം നമ്മുടെ കർത്താവെ തൻ്റെ ജനത്തെ നയിക്കത്തക്കണം അങ്ങൊരുക്കിയിരിക്കുന്നവൻ കൃപാൾക്കായ നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവ് ഇത്രത്തോളം ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുകയും കാത്തു പരിപാലിക്കുകയും കർത്താവെ അങ്ങയുടെ വർഷത്തിൻ്റെ ജന്മദിനത്തിലേക്ക് അടിയങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നവൻ കൃപാൾക്കായ നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവെ, അതിനെ ഒരുങ്ങുമ്പോൾ എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരമാണ് കർത്താവെ ഓരോ അങ്ങയുടെ ജന്മദിനം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ ഈ നാളുകളിൽ ഞങ്ങളോട് അങ്ങയുടെ പരിശുദ്ധാത്മാവാൽ കർത്താവെ അങ്ങയുടെ വചനത്തിൽ കൂടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിനായ നന്ദിയോട് സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷ അങ്ങയുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവെ, പ്രത്യേകിച്ചും കർത്താവിൻ്റെ ശബ്ദത്തോടും വാക്കുകളോടും കണ്ടത്തോടും വചനത്തോടും ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രത്യേകിച്ചും അവിടുന്ന് അങ്ങയുടെ കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവെ നിന്റെ ജനത്തെ നയിക്കത്തൊക്കണം ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങയുടെ ജനം അങ്ങയുടെ അടിയനെ ബലേനെ അടിയനെ അങ്ങയുടെ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുവാൻ സഹായിക്കണം എന്ന് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പുണ്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ക്രിസ്മസ് ദിനത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. കഴിഞ്ഞ ഏകദേശം 1-2 എപ്പിസോഡുകളിൽ എന്താണ് നമ്മളിൽ കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ക്രിസ്മസിൽ നാറ്റം വരുത്തേണ്ടതെന്നൊക്കെ ചിന്തിപ്പാൻ സഹായിക്കുവാൻ ഇടയാണ്. കർത്താവിൻ്റെ ജനനം എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൽ ദൈവവുമായി നിരപ്പ് പ്രാപിക്കത്തക്കവണ്ണം ഒരു മുഖാന്തരമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത്. കർത്താവിൻ്റെ ജനനവും കർത്താവിൻ്റെ ഈഹലോക ജീവിതവും അത് കഴിഞ്ഞ് മരണത്തെപ്പറ്റി ഉയർത്തെഴുന്നേലിനെ പറ്റിയൊക്കെ നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരു രാജാവെന്ന രീതിയിൽ ഈ ഭൂമുഖത്ത് ജാതനായെങ്കിലും ഏറ്റവും ക്ലേശകരമായ ജീവിത മാർഗമായിരുന്നു ഉണ്ടായിരുന്നത്. കർത്താവിൻ്റെ ജനനത്തെപ്പോലും പ്രഖ്യാപിക്കുവാൻ ഇടയാക്കുന്നത് ഒരു രാജകീയ വിളംബരത്തോടെയല്ല, എങ്കിലോ രാത്രിയാമങ്ങളിൽ തൻ്റെ ആടുമാടുകളെ നോക്കുന്ന ഇടയന്മാരുടെ മധ്യത്തിലാണ് ആദ്യമായി കർത്താവിൻ്റെ ജനനത്തെപ്പറ്റി പ്രഖ്യാപിക്കുവാൻ ദൂതഗണങ്ങൾ കടന്നു വരുന്നത്. രാത്രിയിലെ യാമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമായിരുന്നു അന്നത്തെ കാലയളവിൽ ഇടയന്മാർ. നാം ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അപ്രകാരം ഒരു യാമത്തിലേക്ക് ദൂതന്മാർ കടന്നു വന്ന് ആ സന്തോഷ വാർത്ത വിളംബരം ചെയ്യുവാൻ ഇടയായെന്ന് നാം ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊക്കെ അറിയാം, കർത്താവിൻ്റെ ജനനം കർത്താവിൻ്റെ ഹിതപ്രകാരം പിതാവിൻ്റെ നിശ്ചയപ്രകാരം സമയപ്രകാരം ഒരുക്കിയെങ്കിൽ അത് ഒരു പ്രഭാത സമയത്താകാൻ, ഒരു മധ്യാഹ്ന സമയത്താകാം. പക്ഷെ അതൊക്കെ വിട്ട് ഒരു രാത്രിയുടെ യാമത്തിലാണ്, അതും ആരും ആഗ്രഹിക്കാത്ത ഒരു സ്ഥലം, ആട്ടിൻ തൊഴുത്തിൽ. ഇപ്പോൾ ആട്ടിൻ തൊഴുത്തിൽ കർത്താവിൻ്റെ ജനനം പ്രഖ്യാപിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുമെന്ന് പറയുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണമായിരുന്നു അതൊക്കെ. ഇവിടെയും ദൂതഗണങ്ങൾ കടന്നു വന്ന് തൻ്റെ യജമാനൻ്റെ ജനനത്തെപ്പറ്റി പ്രഖ്യാപിക്കുന്നത് നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 2:8-9 വായിക്കുമ്പോൾ, അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിച്ചുകൊണ്ട് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അടുക്കൽ വന്നു. കർത്താവിന്റെ തേജസ് അവർക്ക് ചുറ്റും മിന്നി. അവർ ഭയപരവശരായി തീർന്നു. കൂരിരുട്ടിന്റെ മധ്യത്തിൽ അപ്രകാരം ഒരു പ്രകാശം കടന്നു വരുമ്പോൾ ഇന്നത്തെ കാലയളവാണെങ്കിൽ പോലും നമ്മളിലൊരു ഭയം സ്വാഭാവികമാണ്. ശരിയാണ്, ഇന്നത്തെ ആധുനിക കാര്യങ്ങൾ മൂലം അത്രമാത്രം കൂരിരുട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് വൻ കാടുകൾ മാത്രമായിരിക്കും. അല്ലാത്ത ദേശത്തൊക്കെ അതിൻ്റേതായ രീതിയിലുള്ള വെളിച്ചങ്ങൾ ഉണ്ട്. പക്ഷെ ഇവിടെ കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിടയന്മാരുടെ അടുക്കൽ വന്ന് കർത്താവിൻ്റെ ദൂതൻ വരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് അവരുടെ അവസ്ഥയാണ്.
അവർക്ക് ലോകമായിട്ട് വലിയ ഒരു ബന്ധമോ അല്ലെങ്കിൽ അപ്രകാരമുള്ള ജ്ഞാനമുള്ളവരായിരിക്കുകയില്ല ഈ ആട്ടിയുടെ ജോലിക്കായി കടന്നു വരുന്നത്. അവിടെ കർത്താവിൻ്റെ ദൂതന്റെ തേജസ് അവർക്ക് ചുറ്റും മിന്നി അവർ ഭയപരവേശരായെന്ന് പറയുമ്പോൾ ഇന്നും ഏകദേശം അപ്രകാരമുള്ള സാഹചര്യമാണ്. അവിടെ നാം മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ ജനനം പ്രഖ്യാപിക്കുവാൻ കടന്നു വന്ന ദൂതഗണങ്ങളുടെ ചുറ്റും കർത്താവിൻ്റെ തേജസ് ചുറ്റിയെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ തേജസ് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പ്രകാശധാര അതിൻ്റെ പൂർണ്ണതയിൽ അവിടെ അവർക്ക് കാണുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നാം 1 പത്രോസ് 2:9-10 വായിക്കുമ്പോൾ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാകുന്നു. മുമ്പ് നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോഴോ ദൈവത്തിന്റെ ജനമാകുന്നു. മുമ്പ് കരുണ ലഭിക്കാത്തവരായിരുന്നു, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പത്രോസ്ലീഹ ഇത് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടിയ അവിടെ ആദ്യം പറയുന്ന അന്ധകാരത്തിൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ആ പ്രകാശം എന്താണ്? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം രുചിച്ചറിയേണ്ടേയും അനുഭവമാക്കേണ്ടേയും കർത്താവിൻ്റെ സാന്നിധ്യമാണ് ആ പ്രകാശം. എല്ലാ വർഷവും നാം ആഘോഷിക്കുന്നത് പോലെ ഡിസംബർ 25 കർത്താവിൻ്റെ ജനന പെരുന്നാൾ എന്ന് പറഞ്ഞ് വലിയ ആഘോഷങ്ങളെ കാട്ടി കൂടുതൽ ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ അത്ഭുത പ്രകാശം എൻ്റെയും നിങ്ങളുടെയും ആ തേജസ് മറ്റുള്ളവർ കാണത്തക്കോണം നാം ആയിത്തീരുവാൻ വേണ്ടിയായിരുന്നു. മുമ്പേ നാം ജനതകളല്ലായിരുന്നു, പക്ഷെ ദൈവത്തിൻ്റെ ജനമെന്ന് വിളിക്കപ്പെടുവാൻ ഇടയായത് കാൽവരിമേൽ ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് മാത്രമാണ്. ആ ക്രൂശിന്മേൽ വീണ്ടെടുക്കപ്പെട്ട ജനമെന്ന് പറയുമ്പോൾ നാം യഥാർത്ഥമായി കർത്താവിനെ സ്വീകരിച്ചവരാണോ, അതോ നാമമാത്രത്തിനായി എല്ലാ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്ന വ്യക്തികളാണോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നെയും നിങ്ങളെ വിളിച്ച കർത്താവ്, നമ്മെ പേര് ചൊല്ലി വിളിച്ച കർത്താവ്, ദൈവത്തിൻ്റെ കരുണയ്ക്ക് യോഗ്യമാക്കിയ കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ യഥാർത്ഥമായി എന്നെ സ്വീകരിച്ചിട്ടുണ്ടോ? യഥാർത്ഥമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ധകാരങ്ങൾ മാറി പ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് അവിടെ വ്യക്തമായി പറയുന്നത്. മുമ്പ് കരുണ ലഭിക്കാത്തവർ ആയിരുന്നു, ഇന്ന് ദൈവത്തിൻ്റെ കരുണ. ആ കരുണ ലഭിച്ചവരായിരിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ദൈവദൂതന്മാർ കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ തേജസ് അവിടെ ചുറ്റും പ്രകാശിച്ചെന്ന് പറയുമ്പോൾ ആ തേജസ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിനെ അനുഭവിച്ചവരെന്ന് പറയുമ്പോൾ, നാം ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ ആ കർത്താവിൻ്റെ തേജസ് മറ്റുള്ളവർക്ക് കാണത്തക്കോണം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രകാശിക്കുന്നില്ലെങ്കിൽ നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം എത്രമാത്രം ക്രിസ്മസുകൾ ആഘോഷിച്ചാലും യഥാർത്ഥമായ ക്രിസ്മസിൻ്റെ യഥാർത്ഥമായ അവസ്ഥയിലേക്ക് എനിക്ക് നിങ്ങൾക്കും കടന്നു വരുവാൻ കഴിയില്ല. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തിനെ മാറ്റി പ്രകാശത്തിലേക്ക് നയിക്കുവാനും ആ പ്രകാശം എന്നെന്നും എന്നിലും നിങ്ങളിലും നിലകൊള്ളത്തക്കോണം ആയിത്തീരണം. കൊലോസ്യർ ലേഖനം 1:13-14 വായിക്കുമ്പോൾ, എന്തെന്നാൽ അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ ജനനം ഒരു ആഘോഷമായിട്ടല്ല, എങ്കിലോ കർത്താവിനെ സ്വീകരിച്ച് പാപമംഗലമായ ജീവിതത്തെ വിട്ട് പ്രകാശത്തിലേക്ക് കടന്നു വരുവാനുള്ള പരിശ്രമമായി തീരണം. നാം നമ്മുടെ ജനനം മുതൽ ഇന്ന് വരെ നാം എത്രയോ ക്രിസ്മസുകൾ ആഘോഷിച്ചിട്ടുണ്ടായിരിക്കും. നാം മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള ഭവനക്കാർക്ക് വേണ്ടിയതായ രീതിയിലുള്ള സമ്മാനങ്ങളും മറ്റു കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ പ്രവർത്തന മേഖലകളിൽ നാം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. കർത്താവ് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത് ഒരു ആഘോഷമായിട്ടല്ല,
എങ്കിലോ വേദനകളുടെ താഴ്വരയിൽ പാപമംഗലമായ ജീവിതത്തിൽ കടന്നു വന്ന തൻ്റെ ജനത്തെ താൻ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച തൻ്റെ സൃഷ്ടികളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയായിരുന്നു. ഇന്ന് വെറും ഒരു ആഘോഷമായി മാറിയിട്ടുണ്ടെങ്കിൽ, ഒരു ക്രിസ്മസ് കരോളും ഒരു ക്രിസ്മസ് ആഘോഷമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റത്തിൻ്റെ ആവശ്യം വന്നിരിക്കുന്നു. നമ്മെ കാണുന്ന ജനം കർത്താവിനെ കാണുവാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. നാം ഭവനം തോറും കയറി ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കുമ്പോൾ ആ ഗാനത്തിന്റെ മധ്യത്തിൽ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ? ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ കർത്താവിനെ കൂട്ടിയാണോ കടന്നു വരുന്നത്? കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഭവനത്തിലുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്ധകാരം നിറഞ്ഞ ലോകത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രകാശം പകരത്തക്കോണം നാം ക്രിസ്മസ് സ്റ്റാറുകൾ ഏന്തി മുമ്പോട്ട് പോകുമ്പോൾ ആ ഒരു വെളിച്ചം മാത്രമാണോ, അതോ അതിനെക്കാട്ടി കൂടുതൽ ദൈവത്തിന്റെ വെളിച്ചം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്മസ് എന്ന് പറയുന്നത് അന്ധകാരത്തിനെ മാറ്റി പ്രകാശത്തിലേക്ക് വിളിച്ച തൻ്റെ ജനത്തിന്റെ ആരംഭമാണ്. അപ്രകാരമാകണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം യഥാർത്ഥമായ കർത്താവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, കർത്താവിനെ രുചിച്ചറിയേണ്ടിയിരിക്കുന്നു. ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുനിമിഷം നാം അനുഭവിച്ച് മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. മുമ്പോട്ട് വായിക്കേണ്ട ലൂക്കോസിന്റെ സുവിശേഷം 2:10-11 വായിക്കുമ്പോൾ ദൂതൻ അവരോട് പറഞ്ഞത് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഒരു പ്രഖ്യാപനമാണ് അവിടെ. അതായത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആരാണ് ജനിച്ചത്? നമ്മുടെ രക്ഷിതാവ്. ആരെയാണ് യഥാർത്ഥത്തിൽ അവര് അത് ബോധ്യപ്പെടുത്തുന്നത്? രാത്രി യാമങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാരോട് ദൈവത്തിൻ്റെ പ്രഖ്യാപനം നടത്തുവാൻ, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായി നാം കോരിയെടുക്കുന്നത് ആരെയുമായിക്കൊള്ളൂ. അവിടെ പാമരനോ പണക്കാരനോ വലിയ വിദ്യാഭ്യാസമുള്ളവനോ വിദ്യാഭ്യാസമില്ലാത്തവനോ ഒന്നുമില്ല. ഒന്നു മാത്രമാണ് അവിടെ ആവശ്യം. പ്രവർത്തിക്കത്തക്കോണം ഒരു സമർപ്പണം. കഴിഞ്ഞ ആഴ്ച ഞാൻ ബോധ്യപ്പെടുത്തി. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ. അപ്രകാരം ഒരു സമർപ്പണമാണ് ഇന്ന് എന്നിലും നിങ്ങളിലും കർത്താവ് ആഗ്രഹിക്കുന്നത്. അവന്റെ രണ്ടാം വരവിനായി വേദനകളുടെയും പാപത്തിൻ്റെയും നെടുവേർപ്പിൻ്റെയും മധ്യത്തിൽ കടന്നു പോകുന്ന തൻ്റെ ജനത്തെ വീണ്ടെടുക്കത്തക്കോണോടെ ഒരു പ്രവർത്തനത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. അതായിരിക്കണം യഥാർത്ഥമായ ക്രിസ്മസിന്റെ സന്ദേശം. ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുമ്പോൾ പാപമംഗലമായ ജീവിതത്തിൽ നിന്ന്, അന്ധകാരം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമായി മാറണം. അല്ലാതെ നമ്മുടെ ഭവനത്തിലോ നമ്മുടെ ദേവാലയങ്ങളുടെ ചുറ്റും വലിയ ആർഭാടമനകരമായ വ്യത്യസ്തമായ നാം വെളിച്ചങ്ങൾ ഒരുക്കിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം അതിൻ്റെ മധ്യത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെളിച്ചമില്ലെങ്കിൽ അതിനൊരർത്ഥവുമില്ല. നാം ആയിരിക്കുന്ന ശുശ്രൂഷകൾ, ആദ്യം നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ നാം എത്രമാത്രം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു വെളിച്ചമായി തീർന്നെന്നൊന്ന് ചിന്തിക്കണം. വ്യക്തിഗതമായ ജീവിതത്തിൽ നാം വെളിച്ചമായി തീരണം. കുടുംബ ബന്ധത്തിൽ നാം വെളിച്ചമായി തീരണം. സാമൂഹിക ബന്ധത്തിൽ നാം വെളിച്ചമായി തീരണം. അപ്പോഴാണ് യഥാർത്ഥമായി എനിക്ക് വേണ്ടി രക്ഷിതാവായി കടന്നു വന്ന കർത്താവിൻ്റെ ജനനത്തിന് അർത്ഥമുണ്ടാകുവാൻ ഇടയാകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2:14-15 വായിക്കുമ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനവും. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ ശേഷം ഇടയന്മാർ നമുക്ക് ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണാം എന്ന് പരസ്പരം പറഞ്ഞു.
ദൂതന്മാർ പറയുന്ന ഒരു കാര്യം നാം മനസ്സിലാക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ ദൈവപ്രസാദം എന്ന് പറയുമ്പോൾ യഥാർത്ഥം എന്താണ്? ദൈവപ്രസാദം എന്ന് പറയുമ്പോൾ നാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുടുംബജീവിതവും വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും ആത്മീയ ജീവിതം നാം നയിക്കുകയാണെങ്കിൽ, അപ്പോഴാണ് ദൈവപ്രസാദം നമുക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നത്. അല്ലാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കൊത്തവണ്ണം നാം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്താലും അവിടെ ദൈവപ്രസാദം ലഭ്യമാകുവാൻ കഴിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കഴിയുമായിരിക്കും. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ യഥാർത്ഥമായ ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഞാൻ വീഴ്ചകൾ വന്നുപോയത്, എൻ്റെ കുറവുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി അവ നികത്തിക്കൊണ്ട് യഥാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്ന പാതയിലേക്ക് നടക്കുമ്പോൾ ദൈവപ്രസാദമുള്ള മനുഷ്യനായി തീരുക മാത്രമല്ല, ദൈവിക സമാധാനത്തിനത് മുഖാന്തരമായി തീരും. എത്ര പ്രതിസന്ധികൾ കടന്നു വന്നാലും, എത്ര ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, അതിൻ്റെ മധ്യത്തിൽ നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ കഴിയും. നമുക്കറിയാം മനോഹരമായൊരു പാട്ട്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. അതെ, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും മഴകളും തിരമാലകളും വന്നാലും അതിനൊരു അറുതിയുണ്ട്. അതെപ്പോഴും നാം മനസ്സിലാക്കണം. എന്നെന്നും നിലനിൽക്കുന്നതല്ല ഓരോ കാറ്റും മഴയും കോളും, അതിനൊക്കെ ഒരു അറുതിയുണ്ട്. പക്ഷെ അതെപ്പോഴാണ്? എനിക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെടത്തക്കോണം കുഞ്ഞാടായി കടന്നു വന്ന എൻ്റെ കർത്താവിനെ നാം പൂർണ്ണമായി സ്വീകരിക്കുമ്പോൾ, ആ കർത്താവിനെ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ പ്രത്യേകിച്ചും കർത്താവിൻ്റെ ജനന പെരുന്നാൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന അനേക സഭകളും ശുശ്രൂഷകളും അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാം കരോൾ പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ ആയി മുമ്പോട്ട് പോകുമ്പോൾ നാം ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിക്കുക, എൻ്റെ പ്രവർത്തനത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ? ഞാൻ കൊണ്ടു നടക്കുന്ന ഈ പ്രകാശത്തിൽ കർത്താവിൻ്റെ യഥാർത്ഥമായ പ്രകാശമുണ്ടോ? അപ്രകാരമില്ലെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, കർത്താവെ, ഞങ്ങൾ കടന്നു വന്ന ഭവനങ്ങളിലും ഞങ്ങൾ കടന്നുപോയ ഭവനങ്ങളിലും അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. യഥാർത്ഥമായി കർത്താവുള്ളൊരു ക്രിസ്മസ് ആയി തീരുവാൻ, കർത്താവിൻ്റെ ജനന പെരുന്നാൾ ഈ നാളിൽ നാം കൊണ്ടാടുമ്പോൾ യഥാർത്ഥമായ കർത്താവിൻ്റെ സാന്നിധ്യം, സാമീപ്യവും സ്വാന്തനവും അനുഭവപ്പെടുന്ന ഒരു ക്രിസ്മസ് ആയി തീരുവാൻ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. രണ്ടാമത് നാം അവിടെ വായിക്കുന്നത്, അതായത് ശിഷ്യന്മാരത് കേട്ട ഉടനെ തൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നിർത്തിവെച്ചത് ബേത്ലഹേമിൽ എവിടെയാണ് നമുക്ക് രക്ഷിതാവായി ജനിച്ചവരെന്ന് കാണുവാൻ പോകുന്നത്. ഇന്ന് അതിൻ്റെ ആവശ്യമാണ് ലോകത്തിൽ. ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുമ്പോൾ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കുന്ന, കർത്താവിൻ്റെ സുവിശേഷം ഉറപ്പും ധൈര്യത്തോട് പ്രഖ്യാപിക്കുന്ന ജനത്തെയാണ് ആവശ്യം. അല്ലാതെ ദേവാലയങ്ങളിൽ എല്ലാ ആഴ്ചയിലും കടന്നുപോയി അവിടുത്തെ വൈദിക ശുശ്രൂഷയിൽ സംബന്ധിച്ച് കടന്നു വരുന്നവരല്ല, ശുശ്രൂഷകളിൽ കൺവെൻഷനിൽ കടന്നുപോയി സംബന്ധിച്ച് കടന്നു വരുന്നവരല്ല. നാം കേൾക്കുന്ന ശബ്ദം മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതാണ് ക്രിസ്മസിന്റെ യഥാർത്ഥമായ സന്ദേശം. ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുമ്പോൾ ഒരു സമർപ്പണമായ ജീവിതം, കർത്താവിൻ്റെ രണ്ടാം വരവിനെ ജനത്തെ ഒരുക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ക്രിസ്മസിന്റെ സന്ദേശം. അപ്രകാരം പ്രവർത്തിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വിളിക്ക് യോഗ്യമെന്ന് നാം ഓരോരുത്തരും ആയിത്തീരുന്നത്. റോമാലേഖനം 5:8-9 വായിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവം നമ്മോടുള്ള തന്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നു. നാം ഇപ്പോൾ തന്നെ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവൻ മുഖാന്തരം ഇനിയും നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. പാപമംഗലമായ ജീവിതത്തിൽ പട്ടുപോകുവാൻ ആഗ്രഹിക്കാതെ, തൻ്റെ സൃഷ്ടികൾ നശിച്ചു പോകാൻ പാടില്ലെന്നുള്ളൊരു സ്നേഹമാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി മനുഷ്യപുത്രനായി ഈ ഭൂമുഖത്തേക്ക് കടന്നു വരാൻ ഇടയായത്. ആ ത്യാഗത്തെ പറ്റി ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ? ആ ത്യാഗത്തിനൊത്തവണ്ണം എൻ്റെയും നിങ്ങളുടെയും ജീവിതമാക്കുവാൻ നാം പരിശ്രമിച്ചിട്ടുണ്ടോ?
ഇന്ന് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. നാം കർത്താവിൻ്റെ ജനന പെരുന്നാളിനായി നമ്മുടെ ഭവനത്തിൽ പല കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ആ 25 അല്ലെങ്കിൽ 24-ാം തീയതി വൈകുന്നേരത്തേക്ക് അനേകരെ വിരുന്നുമേശയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. നല്ല കാര്യം, അവർക്ക് നല്ല കാര്യം തന്നെ. പക്ഷേ ഈ ഒരുക്കത്തിൻ്റെ മധ്യത്തിൽ നാം ഒരു വ്യക്തിയെ വിളിക്കുവാൻ മറന്നുപോയി. നാം എപ്പോഴും മനസ്സിലാക്കണം, ലോകപ്രകാരമുള്ള ജനന പെരുന്നാൾ നടത്തുന്ന ആ ജനന പെരുന്നാൾ ആരുടെയാണോ ആ വ്യക്തിയുടെ സാന്നിധ്യത്തിലാണ് ആ ജനന പെരുന്നാൾ നാം കൊണ്ടാടുന്നത്. ആ വ്യക്തിയുടെ സന്തോഷമാണ് നാം ആഗ്രഹിക്കുന്നത്. അന്ന് കുഞ്ഞുങ്ങളാണെങ്കിൽ അതനുസരിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കുവാൻ കഴിയും. മുതിർന്നവരാണെങ്കിൽ മക്കൾ ആ മാതാപിതാക്കളുടെ, ഇന്ന് പലരും അത് മറന്നുപോയിട്ടുണ്ടെങ്കിലും ചെയ്യുന്നവർ തൻ്റെ മാതാപിതാക്കൾക്ക് ആവശ്യമെന്ത്, അവരുടെ സന്തോഷമെന്നത് മനസ്സിലാക്കി അവരൊരുക്കുവാൻ കഴിയും. പിന്നെ ഷഷ്ഠപൂർത്തിയൊക്കെ ആകുമ്പോഴോ അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി മാനിക്കുവാൻ നാം പരിശ്രമിക്കും. പക്ഷേ ലോകരക്ഷിതാവായ കർത്താവിൻ്റെ ജനന പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ കർത്താവ് ഉണ്ടോയെന്ന് ആരും നോക്കാറില്ല. മറ്റെല്ലാ കാര്യങ്ങളും നാം ഒരുക്കും, എല്ലാ പ്രവർത്തന കാര്യങ്ങളും ഒരുക്കും. പക്ഷെ യഥാർത്ഥമായ ആരുടെ ജനന പെരുന്നാളാണ് കൊണ്ടാടുന്നത്, ആ കർത്താവിൻ്റെ സാന്നിധ്യം അതാ മധ്യത്തിലുണ്ടോയെന്ന് നാം ചിന്തിക്കാറ് പോലുമില്ല. അവിടെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഒരു മാറ്റം വരുത്തേണ്ടത്. ആരുടെ ജനന പെരുന്നാളാ കൊണ്ടാടുന്നത്, ആ വ്യക്തിയെ നാം വിളിച്ചിട്ടുണ്ടോ, ആ വ്യക്തിയെ നാം സ്വീകരിച്ചിട്ടുണ്ടോ ഭവനത്തിലേക്ക്? ഭവനത്തിൽ സ്വീകരിക്കണമെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് നമ്മുടെ ഭവനത്തിൽ കടന്നു വരണമെങ്കിൽ നമ്മുടെ ഭവനത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവമാക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ ഒരുക്കേണ്ടിയിരിക്കുന്നു. ശുദ്ധിയായ ഭവനം, ശുദ്ധിയായ മനസ്സ്, കർത്താവിന് വസിക്കത്തക്കവണ്ണം ഉള്ള ഒരു കുടുംബജീവിതവും വ്യക്തിജീവിതവും ആത്മീയ ജീവിതവും നാം നയിക്കുന്നവരായിത്തീരണം. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ വാതിലിൽ നിന്ന് മുട്ടുന്നു, ആരെൻ്റെ വിളി കേട്ട് വാതിൽ തുറക്കുന്നു, ഞാൻ അവനോടൊപ്പം അത്താഴം കഴിക്കും. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വിളി കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എഫേസ്യ ലേഖനം 5:8-10 വരെ വായിക്കുമ്പോൾ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കുവിൻ. എന്തെന്നാൽ വെളിച്ചത്തിന്റെ ഫലം സർവ്വനന്മയിലും നീതിയിലും സത്യത്തിലുമാകുന്നു. കർത്താവിന് പ്രസാദമായതെന്തെന്ന് പഠിക്കുവാൻ പരിശ്രമിക്കുവിൻ. അതായിരിക്കണം ഈ വർഷത്തിൻ്റെ യഥാർത്ഥമായ ക്രിസ്മസിൽ നാം കർത്താവിൽ എന്താ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കി നീതിയും സ്നേഹവുമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മെ തന്നെ ഉയർത്തണം. ഏറ്റവും അവസാനമായി മർക്കോസിൻ്റെ സുവിശേഷം 16:15 ആയിരിക്കണം നമ്മുടെ ക്രിസ്മസിന്റെ യഥാർത്ഥമായ മുഖമുദ്ര. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. അതല്ലേ ദൂതഗണങ്ങൾ വന്ന് യഥാർത്ഥമായ ആദ്യം സുവിശേഷം പറയുന്നത് ആട്ടിടയന്മാരോടാണെങ്കിൽ ആ ക്ഷണത്തിൽ തന്നെ അവരതിനെ മനസ്സിലാക്കി കർത്താവിനെ കാണുവാൻ കടന്നുപോയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, എത്രയോ വർഷങ്ങളായി നാം ഈ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ ആ ശബ്ദം കേട്ടുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ക്രിസ്മസിൽ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തിന് രക്ഷ വരുത്തത്തക്കോണം നമുക്കൊന്ന് പ്രവർത്തിക്കാം. ആ ഭവനത്തിലേക്ക് കർത്താവിനെ സ്വീകരിച്ച് ഈ ക്രിസ്മസിൽ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടത്തക്കോണം, നമ്മുടെ കുടുംബങ്ങൾക്കൊരു രക്ഷ അനുഭവപ്പെടത്തക്കോണം, മറ്റുള്ളവർ സുവിശേഷം എത്തിക്കത്തക്കോണം എപ്രകാരം ദൂതഗണങ്ങൾ കടന്നു വന്ന് കർത്താവിൻ്റെ സുവിശേഷം ആ ആട്ടിടയന്മാരോട് പറഞ്ഞതുപോലെ എനിക്കും നിങ്ങൾക്കും ഒരു ദൗത്യമുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവരോട് ഈ സുവിശേഷം എത്തിക്കുവാൻ അതിനായി നമ്മളെ തന്നെ ഒരുക്കാം, നമ്മുടെ തലകളെ ഉണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ വാത്സല്യമായ കർത്താവേ, എപ്രകാരം അങ്ങയുടെ ദൂതകൾ പറഞ്ഞപ്പോൾ ആട്ടിടയന്മാർ പ്രവർത്തിച്ചതുപോലെ
കർത്താവെ, ഈ ക്രിസ്മസിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പെരുന്നാൾ ജനന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഒരു മാറ്റം വന്ന് നീതിയോടും സ്നേഹത്തോടും അനേകരെ അങ്ങയുടെ സുവിശേഷം എത്തിക്കുവാൻ അങ്ങ് ഞങ്ങളോട് കരുണയുണ്ടാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ കരുണയ്ക്ക് യോഗ്യമെന്ന് കർത്താവെ ഞങ്ങളെ വഴി നടത്തുവാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ വിലയിനും ക്ഷമിച്ച് കർത്താവെ, അങ്ങയുടെ മഹത്വത്തിനൊത്തോണം നീ ഞങ്ങളെ വഴി നടത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ കർത്താവെ അങ്ങയുടെ ഈ ജനന പെരുന്നാൾ ഞങ്ങൾ കൊണ്ടാടുമ്പോൾ ഈ നാളുകൾ ഇത്രയും കൊണ്ടാടിയതുപോലെയല്ല കർത്താവ്, ഒരു മാറ്റം സൃഷ്ടിക്കുക കർത്താവെ. നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതായി തീരുവാൻ സഹായിക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.